എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്ലസ് ടു സുവോളജിയിലെ 2016, 17, 18, 19, 20 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. ഫോക്കസ് പോയിന്റുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മാർച്ച് 2020 ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസ്. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കുക. ഫ്രം ദ ഫോളോവിങ് ഫൈൻഡ് ഔട്ട് ദ സിമ്പിൾ യൂസ്ഡ് ഇൻ ദ ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസ് റെപ്രസെൻറ്റിംഗ് മെയിൽ. ഇവിടെ എൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് സി ആണ്. നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ടെക്നിക് ഓഫ് ട്രാൻസ്ഫറിംഗ് എംബ്രിയോസ് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്. അതിൻ്റെ ആൻസർ സ്വിഫ്റ്റ് എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്യുക. മൈക്രോബ് വിച്ച് ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. മെഥനോ ബാക്ടീരിയമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹ്യൂമൻ ആൻസസ്റ്റർ ഈസ് മോർ ഏപ്പ് ലൈക്ക്. അതിൻ്റെ ആൻസർ ഡ്രയോപിത്തിക്കസ് എന്നുള്ളതാണ്. സെലക്ട് ദ കോസ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഓഫ് സൈക്ലിഡ് ഫിഷ് ഇൻ ലേക്ക് വിക്ടോറിയ ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക. ഇതിന് കാരണം അലിയൻ സ്പീഷസ് ഇൻവെൻഷൻ ആണ്. നെക്സ്റ്റ്, ഓൾ കോപ്പുലേഷൻസ് ലെഡ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. നോ എന്നുള്ള ആൻസർ ആണ്. ഇതിന് കാരണം ഫെർട്ടിലൈസേഷൻ ക്യാൻ ഓൺലി ഒക്കർ ഇഫ് the ovum and sperms are transported simultaneously to the ambulary isthmic junction. Next, one of the salient features of genetic code is universal. Write any other two salient features of genetic code, which is the initiator codon and name the amino acid it codes. ഇവിടെ എൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നു. അത് പ്രത്യേകം മനസ്സിലാക്കുക. നെക്സ്റ്റ്, amniocentesis for sex determination is legally banned now. What is amniocentesis? Why it is banned? അതിൻ്റെയും ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നു. കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ്, കറക്റ്റ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക്. രണ്ട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ആ രണ്ട് കാര്യങ്ങളും കറക്റ്റ് ചെയ്തിരിക്കുന്നു. ഹീമോഫീലിയ ഇസ് എ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ്. ടർണർ സിൻഡ്രം ഈസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് വൺ ഓഫ് ദ എക്സ് ക്രോമസോം. അങ്ങനെ കൊടുക്കുക. ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നു. ഇത് എന്തിൻ്റെ ഇക്വേഷനാണെന്ന് ചോദിക്കുന്നു. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ ആണ്. പിന്നെ മറ്റൊരു ചോദ്യം, ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്? ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ തുടങ്ങിയവയാണ്. ഇവിടെ ഒരു പിക്ചർ കൊടുക്കുന്നു. DNA റീപ്ലിക്കേഷൻ്റെ പിക്ചറാണ്. അതിൽ ചില ചോദ്യങ്ങൾ. ഐഡന്റിഫൈ ദ പ്രോസസ് ഇൻ ദ പിക്ചർ. അതുപോലെ നെയിം എനി ടു എൻസൈം നീഡഡ് ഫോർ ദിസ് പ്രോസസ്. മറ്റൊന്ന്, റൈറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ന്യൂലി സിന്തസൈസ്ഡ് ഡോട്ടർ സ്ട്രാൻഡ്സ്. ഇതിൻ്റെ ഉത്തരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അത് കൃത്യമായി നോക്കി മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ മെഷേഴ്സ് യൂസ്ഫുൾ ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് എമംഗ് അഡോളസൻസ്. ഇവിടെ അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിരിക്കുകയാണ്. ഈ ഗ്രാഫിൽ ഓവറിയൻ ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. എയും ബിയും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഗ്രാഫ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ടും, അതുപോലെ കോർപ്പസ് ലുട്ടിയം എന്ന ഹോർമോൺ, അതിൻ്റെ ഫങ്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അത് ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് വ്യക്തമായി നോക്കി മനസ്സിലാക്കി എടുക്കുക. ഇവിടെ ഒരു DNA സീക്വൻസ് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും ട്രാൻസ്ക്രിപ്ഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന എൻസൈം ഏതാണ്? അതുപോലെ മറ്റൊരു ചോദ്യം, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ബോത്ത് സ്ട്രാൻഡ്സ് ഓഫ് DNA ആക്ട് ആസ് ടെംപ്ലേറ്റ് ഫോർ ട്രാൻസ്ക്രിപ്ഷൻ? ഇതിനുള്ള ഉത്തരം ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് പ്രത്യേകം നോക്കുക. ഇതിൽ കോംപ്ലിമെൻ്റ് സ്ട്രാൻഡ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കണം. മാർച്ച് 2019 ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇതിലാദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിങ് ബിലോങ്സ് ടു എക്സിറ്റു കൺസർവേഷൻ. ഇവിടെ എക്സിറ്റു കൺസർവേഷൻ, ഇൻസിറ്റു കൺസർവേഷൻ കുറച്ചിങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഇതിൽ തിരഞ്ഞെടുക്കുക ഏതാണെന്ന്. സുവോളജിക്കൽ പാർക്കാണ് ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ ഈസ് കോൾഡ്. അതിനെ കൊളസ്ട്രം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇവിടെ സെൻട്രൽ ഡോഗ്മയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചിത്രം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിവിടെ
ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, prepare a flow chart showing the evolution of modern man in the hierarchical order of their evolution using the details given below. അത് കൃത്യമായിട്ട് അതിൻ്റെ സീക്വൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് തിരഞ്ഞെടുക്കുക, അത് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നു, അതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. ഐഡൻറ്റിഫൈ ദ ഫിഗർ, ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ദ ഹിസ്റ്റോൺ കോർ, അതുപോലെ ഡിസ്റ്റിങ്വിഷ് യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ. അതിൻ്റെ ആൻസർ ഇതാ കൊടുത്തിരിക്കുന്നു, അത് എന്താണെന്ന് നോക്കി മനസ്സിലാക്കിയെടുക്കുക. നെക്സ്റ്റ്, സം എക്സാമ്പിൾസ് ഓഫ് എവല്യൂഷണറി സ്ട്രക്ചേഴ്സ് ആർ ഗിവൺ ബിലോ, ക്ലാസിഫൈ ദം അണ്ടർ സ്യൂട്ടബിൾ ഹെഡിങ്. ഇവിടെ ഒരു F വരെയുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് അത് ക്ലാസിഫൈ ചെയ്ത് എഴുതാനായിട്ടാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് ഹോമോലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും തരംതിരിച്ച് അതിൽ പെടുന്നവയെ കാണിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ദ സെക്സ് ഓഫ് ദ ബേബീസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ ഫാദർ ആൻഡ് നോട്ട് ബൈ ദ മദർ. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? സബ്സ്റ്റൻഷ്യേറ്റ് യുവർ ആൻസർ. അപ്പോൾ ഇവിടെ അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുകയാണ്. ഫാദറാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നതിലെ മുഖ്യമായിട്ടുള്ള ഘടകം എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അത് നോക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇവിടെ ചില സിൻഡ്രംസും അതുപോലെ തന്നെ ഡിസോർഡേഴ്സുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഏതാണെന്ന് മനസ്സിലാക്കി എഴുതുക. ഫീനെയിൽ കേറ്റോനറിയാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് എ മെന്റലിയൻ ഡിസോർഡർ ഓർ മെറ്റാബോളിക് ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നു, അതിൽ ABCD മാർക്ക് ചെയ്യാണ്. A എൻഡോമെട്രിയം, B ഓവറി, C ഇസ്മസ്, D ആംബുല. നെക്സ്റ്റ്, മൈക്രോബ്സ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീയിങ്സ് ഇൻ ഡൈവേഴ്സ് വേസ്, ഇഫ് സോ നെയിം ദ ഫോളോവിങ്. ഇവിടെ 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ബേക്കേഴ്സ് ഈസ്റ്റ്, സക്കറോമൈസസ്, lactic acid producing bacterium, lactobacillus, fungus which helps in the production of bioactive molecule cyclosporin A. ഇവിടെ വരുന്നത് ട്രൈക്കോഡെർമയാണ്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിരിക്കുന്നു. ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ A അക്യൂട്ട് ഇമ്മ്യൂണിറ്റി, B ഫിസിയോളജിക്കൽ ബാരിയർ, C സൈറ്റോകൈൻ ബാരിയർ, D സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. നെക്സ്റ്റ്, a wide range of contraceptive methods are presently available. If so, name one contraceptive method having least side effects. ഇതിന് ആൻസർ നാച്ചുറൽ മെത്തേഡ് എന്നുള്ളതാണ്. B which contraceptive method is generally advised for females as a termination method to prevent any more pregnancies. ഇതിൽ ട്യൂബെക്ടോമി എന്നുള്ള ആൻസർ ആണ്. ലിസ്റ്റ് ഔട്ട് any 2 possible ill effects of usage of contraceptive methods. ഇവിടെ അതിൻ്റെ ഇൽ ഇഫക്ട്സ് കൊടുത്തിരിക്കുന്നു. ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആൻഡ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഇവിടെ അതിൻ്റെ ഇൽ ഇഫക്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ് ആർ ഡെസിഗ്നേറ്റഡ് ആസ് എവിൽ ക്വാർട്ടറ്റ്. എക്സ്പ്ലെയിൻ ദ എവിൽ ക്വാർട്ടറ്റ് ഇൻ ബയോഡൈവേഴ്സിറ്റി ലോസ്. അവിടെ ആൻസർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അലിയൻ സ്പീഷീസ് ഇൻവെൻഷൻസ്, കോ എക്സ്റ്റൻഷൻസ് തുടങ്ങിയവയാണ്. Expand STDs. Cite any 2 examples for STDs. Suggest any 2 methods for the prevention of STDs. ഇവിടെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നോക്കി അതിൻ്റെ ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദി അമിനോ ആസിഡ് കോമ്പോസിഷൻ ഓഫ് റിലവന്റ് പോർഷൻ ഓഫ് ബീറ്റ ചെയിൻ ഓഫ് 2 ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് A and B ആർ ഷോൺ ബിലോ. ഇവിടെ അതിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഈസ് അബ്നോർമൽ? നെയിം ദ ഡിസോർഡർ കോസ്ഡ് ബൈ ഇറ്റ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് അബ്നോർമാലിറ്റി? വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ദിസ് അബ്നോർമാലിറ്റി ഇൻ സച്ച് ഇൻഡിവിജ്വൽസ്? ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിക്കിൾ സെൽ അനീമിയയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ അമിനോ ആസിഡുകളാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത്, അതുപോലെ ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ RBCക്ക് എന്ത് സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
മറ്റൊന്ന് ഫിംഗർ പ്രിന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ അബൌട്ട് സസ്പെക്ട് ബേസ്ഡ് ഓൺ ഫിംഗർ പ്രിന്റ് ഗിവൺ? വാട്ട് ഈസ് VNTR? ഹൂ ഡെവലപ്ഡ് ദിസ് ടെക്നിക് ഫസ്റ്റ്? ഇതിന്റെ ഉത്തരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വ്യക്തമായി നോക്കി മനസ്സിലാക്കിയെടുക്കുക. മാർച്ച് 2018 ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇതിലാദ്യം നെയിം ദ സെൽസ് ഇൻ ടെസ്റ്റിസ് വിച്ച് സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ആൻഡ്രോജൻസ്. ഇവിടെ അതിൻ്റെ ആൻസർ interstitial cells or Leydig cells. Different contraceptive methods are given below. Pick out the odd one. The answer Saheli എന്നുള്ളതാണ്. Next, in classroom discussion, a student said that the sex of babies is determined by father. Analyze the statement and give reason for it. ഇവിടെ എൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നു. അത് കൃത്യമായി നോക്കി മനസ്സിലാക്കുക. Different contraceptive methods are used to control population explosion. Summarize the natural method and barrier method of contraception. ഇവിടെ നാച്ചുറൽ മെത്തേഡ്സും ബാരിയർ മെത്തേഡ്സും കൊടുത്തിരിക്കുന്നു. അത് നോക്കി മനസ്സിലാക്കുക. DNA is a tightly packed structure and is found as a unit called nucleosomes. Explain the concept of nucleosomes. Differentiate between euchromatin and heterochromatin. Nucleosomes are histone octamer. In this negatively charged DNA wrapped around it. അതുപോലെ യൂക്രോമാറ്റിൻ, ഹെട്രോക്രോമാറ്റിൻ തുടങ്ങിയവ കാണിച്ചിരിക്കുന്നു. നോക്കി മനസ്സിലാക്കിയെടുക്കുക. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ചോദ്യങ്ങൾ. ഒബ്സർവ് ദ അബവ് ക്രോസ് ആൻഡ് നെയിം ദ ഫിനോമിനൻ. റൈറ്റ് ഡൗൺ ദ തിയററ്റിക്കലി ഗിവൺ എക്സ്പ്ലനേഷൻസ് ഓഫ് ദ ഫിനോമിനൻ. ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നുള്ളതാണ്. It is the blending of characters that led to the production of intermediate flower color, pink. In this, less efficient enzyme is produced. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ബോക്സസ് വിത്ത് suitable words given below. ഇവിടെ A. homologous organ, B. divergent evolution, C. analogous organ, D. convergent evolution. ഇത്രയും കാര്യങ്ങൾ കാണിക്കുക. Explain the factors affecting Hardy-Weinberg equilibrium. Gene flow, genetic drift, mutation and natural selection തുടങ്ങിയവയാണ്. നെക്സ്റ്റ്, innate immunity is a non-specific type of defense and consists of 4 types of barriers. Categorize the barriers and give one example for each. ഇവിടെ physical barriers, physiological barriers, cellular barriers, cytokine barriers കൊടുത്തിരിക്കുന്നു. അത് കൃത്യമായി നോക്കി മനസ്സിലാക്കുക. കൺസംഷൻ ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ എഫക്ട്സ് എ പേഴ്സൺ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് വെരി ബാഡ്ലി. ലിസ്റ്റ് വാർണിംഗ് സൈൻസ് ഓഫ് ആൽക്കഹോൾ ഓർ ഡ്രഗ് അബ്യൂസ്. ഇവിടെ അതിൻ്റെ ഉത്തരം കൊടുത്തിരിക്കുന്നു. ഡ്രോപ്പ് ഇൻ അക്കാഡമിക് പെർഫോമൻസ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ, ഡിപ്രഷൻ, വിഡ്രവൽ സിംറ്റംസ് തുടങ്ങിയവയാണ്. കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ്. ഇവിടെ ചില പ്രധാനപ്പെട്ട വിട്ടുപോയ കാര്യങ്ങൾ പൂരിപ്പിക്കുക. എ. ആസ്പർജിലസ് നൈഗർ, ബി. ബാക്ടീരിയം, സി. സൈക്ലോസ്പോറിനെ, ഡി. മൊണാസ്കസ് പർപൂരിയസ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിരിക്കുന്നു. നെയിം S, A, Z ആൻഡ് Z ഇൻ ദ ഗ്രാഫ്. മറ്റൊന്ന്, നെയിം ദ സയന്റിസ്റ്റ് ഹു എക്സ്പ്ലെയിൻ ദ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അതിവിടെ കൃത്യമായി കാണിച്ചിരിക്കുന്നു. S, സ്പീഷ്യസ് റിച്ച്നെസ്, A, ഏരിയ, Z, റിഗ്രഷൻ കോഎഫിഷ്യന്റ്, C, Y, ഇന്റർസെപ്റ്റ്. ഇവിടെ സയന്റിസ്റ്റ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. മറ്റൊന്ന്, ഇൻ ലാക് ഓപ്രോൺ ലാക്ടോസ് ആക്ട് ആസ് ഇൻഡ്യൂസർ മോളിക്യൂൾ. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. B, observe the diagram of lac operon and identify labeled parts A, B, C and D. ഇവിടെ അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നു. A, lactose that binds with the repressor and makes structural modification, hence it cannot bind with the operator. Therefore, lactose switch off lac operon act as inducer. B യിലെ A, repressor mRNA, B, beta galactosidase, C, permease, D, trans acetylase. ഇത്തരം കാര്യങ്ങളാണ്.
17th question. Sexually transmitted disease are mainly transmitted through sexual contact. ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ്. Name any 2 examples of sexually transmitted disease. അതുപോലെ തന്നെ explain any 2 methods adopted to prevent STDs. അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് കൃത്യമായി നോക്കി മനസ്സിലാക്കി വെക്കേണ്ടതും കൂടിയാണ്. മാർച്ച് 2017 ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇതിലാദ്യം The following table shows F2 generation of a dihybrid cross. Identify the phenotype and homozygous recessive genotype. Find out H2, B2, C2, D. ഇവിടെ ടേബിൾ കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുക. അതിവിടെ കൊടുത്തിരിക്കുന്നു, ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഡിസ്റ്റിംഗ്വിഷ് in situ conservation from ex situ conservation with one example each. In situ conservation. It is the conservation of plant and animal species in natural habitat. അതിൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു, ശ്രദ്ധിക്കുക. Ex situ conservation. It is the conservation of plant and animal species outside the natural habitat. അതിൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു, ശ്രദ്ധിക്കുക. Which of the following pairs of STDs is completely curable? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിൽ കൃത്യമായിട്ടുള്ളത് മൂന്നാമത്തെ ഓപ്ഷനാണ്, സൈഫിലിസ് ഗോണറിയ. നെക്സ്റ്റ്, ഫീഡിംഗ് ഡാഷ് ഇൻ ദ ഫ്യൂ ഡൈസ് ഇൻ എസെൻഷ്യൽ ഫോർ പ്രിവെൻറ്റിംഗ് ഇൻഫെക്ഷൻസ് ഇൻ ന്യൂ ബോൺ ബേബി. അതിൻ്റെ ആൻസർ കൊളസ്ട്രം. നെക്സ്റ്റ്, LH and FSH are gonadotropins. Distinguish their roles in males and females. മെയിൽസിലെ ആക്ഷനും ഫീമെയിൽസിലെ ആക്ഷനും ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, എക്സാമിൻ ദ ഫോളോവിങ് ഫ്രാഗ്മെന്റ് ഓഫ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ ഇൻ ഹ്യൂമൻ ഹീമോഗ്ലോബിൻ ആൻഡ് ഐഡന്റിഫൈ ദ ഹെറിഡിറ്ററി ഡിസീസ് വിത്ത് റീസൺ. ഇവിടെ സിക്കിൾ സെൽ അനീമിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. The defect is caused by substitution of glutamic acid by valine at the 6th position of beta globin chain of the hemoglobin molecule. The mutant hemoglobin molecule under low oxygen tension causing change in the shape of RBC from biconcave disc shape to elongated sickle-like structure. അത് നോക്കി മനസ്സിലാക്കുക. Next, which of the following combinations do not apply to DNA? DNA-യുമായി ബന്ധമില്ലാത്ത ഒരു കോമ്പിനേഷൻ ഇവിടെ സെലക്ട് ചെയ്യുക. സെക്കൻഡ് ഓപ്ഷനാണ്, അത് നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ്, എ സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് സ്കിൻ ഓഫ് എ ഡിഫറെന്റ് പേഴ്സൺ വാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ നെയിൽസ് ഓഫ് മർഡേർഡ് പേഴ്സൺ. ദിസ് ഫ്രാഗ്മെന്റ് ഓഫ് സ്കിൻ ലെഡ് ദ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ് ടു ദ മർഡറർ. Based on this incident, answer the following questions. What technique was used by the investigators? What is the procedure involved in this technique? DNA fingerprinting-ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ എഴുതേണ്ടത് കൂടിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. In an E. coli culture, lactose is used as a food instead of glucose. If so, answer the following questions. ഇവിടെ 2 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹൗ ഡു ദ ബാക്ടീരിയം റെസ്പോണ്ട് ടു ദ അബോവ് സിറ്റുവേഷൻ അറ്റ് ജനറ്റിക് ലെവൽ. രണ്ടാമത്തെ, ഇഫ് ലാക്ടോസ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ മീഡിയം വാട്ട് വിൽ ഹാപ്പൻ. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അത് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സെറ്റ്സ് ഓഫ് ഗ്യാസസ് വർ യൂസ്ഡ് ഇൻ മില്ലേഴ്സ് എക്സ്പെരിമെന്റ്. മൂന്നാമത്തെ ഓപ്ഷനാണ് ഹൈഡ്രജൻ, മീഥെയിൻ, അമോണിയ, വാട്ടർ വേപ്പർ. മാർച്ച് 2016 ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇതിലാദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മെൻഡേലിയൻ ഡിസോർഡർ. ഇവിടെ ചില ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് ഡൗൺസ് സിൻഡ്രം എന്നുള്ളതാണ്. നെക്സ്റ്റ്, സ്റ്റഡി ദ ഫോളോവിങ് ക്രോസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു. റൈറ്റ് ദ ജീനോടൈപ്പ് ഓഫ് ഫാദർ, മദർ ആൻഡ് സൺ. ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. ഫാദറിൻ്റെയും മദറിൻ്റെയും സണ്ണിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പുകൾ എങ്ങനെയായിരിക്കും ഈ ക്രോസിൽ വരിക എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. കാറ്റഗറൈസ് ദ ഗിവൺ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഇൻ ടു 3 ഗ്രൂപ്പ്സ് വിത്ത് പ്രോപ്പർ ഹെഡ്സ്. ഇവിടെ ബാരിയർ മെത്തേഡ്, IUDs,
സ്റ്റെറിലൈസേഷൻ. ഈ വിഭാഗത്തിൽ വരുന്ന ഏതൊക്കെയാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ്, ഒബ്സർവ് ദ കൺസെപ്റ്റ് ഡയഗ്രാം ഓഫ് എവിൽ ക്വാർട്ടറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. റൈറ്റ് എ ആൻഡ് ബി. വാട്ട് ഈസ് കോ എക്സ്റ്റിങ്ഷൻ? ഇവിടെ കൊടുത്തിരിക്കുന്നു എ ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ബി അലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ. കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a species become extinct, the plant and animal species associated with it also become extinct എന്നുള്ളതാണ്. മാച്ച് ദ കോളംസ് എ ആൻഡ് ബി. എയും ബിയും കോളംസ് കൊടുത്തിരിക്കുന്നു. അതിൽ ഉചിതമായിട്ടുള്ളത് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ സ്റ്റേറ്റ്മെന്റ് എ എലോൺ ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. ആ ഓപ്ഷൻ കൃത്യമായി മനസ്സിലാക്കുക. റീഡ് കെയർഫുള്ളി ദ സീക്വൻസ് ഓഫ് കോഡോൺസ് ഇൻ mRNA യൂണിറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. വാട്ട് ചേഞ്ച് ഇൻ നീഡഡ് ഇൻ ദ ഫസ്റ്റ് കോഡോൺ ടു സ്റ്റാർട്ട് ദ ട്രാൻസ്ലേഷൻ പ്രോസസ്? AUG is needed. If translation starts by that change, till which codon it can continuous? Why? UGA. കാരണം termination of translation occurs. നെക്സ്റ്റ്, ഇവിടെ DNA ഫിംഗർ പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലെ ചോദ്യങ്ങൾ: വിച്ച് വൺ ഓഫ് ദ സസ്പെക്റ്റഡ് ഇൻഡിവിജ്വൽ മേ ഇൻവോൾവ്ഡ് ഇൻ ക്രൈം? റൈറ്റ് എനി അതർ യൂസ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഇവിടെ ഫിഗറിൽ സസ്പെക്റ്റഡ് പേഴ്സൺ ഈസ് ബി. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് DNA ഫിംഗർ പ്രിന്റിംഗ് ഉപയോഗിക്കുന്നത്? ഡിസ്പ്യൂട്ടഡ് പാരന്റേജ്, ഡിറ്റർമിനിങ് പോപ്പുലേഷൻ ആൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റീസ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ 2 ഫിഗർ കൊടുത്തിരിക്കുന്നു. സിൻഡ്രോമായിട്ട് ബന്ധപ്പെട്ടാണ്. ഐഡന്റിഫൈ ദ സിൻഡ്രംസ് എ ആൻഡ് ബി. എ ക്ലിനഫെൽച്ചർ സിൻഡ്രം, ബി ടർണർ സിൻഡ്രം. വാട്ട് ഈസ് ദ ക്രോമോസോം നമ്പേഴ്സ് ഇൻ എ ആൻഡ് ബി? എയിൽ 47ഉം ബിയിൽ 45ഉമാണ്. നെക്സ്റ്റ്, റീഡ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. Allele frequencies in a population are stable and constant from generation to generation, called genetic equilibrium. ഇതിലെ ചോദ്യങ്ങൾ: നെയിം ദ പ്രിൻസിപ്പിൾ മെൻഷൻഡ് ഹിയർ. ഇവിടെ ആൻസർ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ. മെൻഷൻ എനി 2 factors affecting the equilibrium: gene flow and genetic drift. What is the significance of disturbances occur in the genetic equilibrium? They become a different species. ഇത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ ക്യാൻ ലെഡ് ടു സ്റ്റെബിലൈസേഷൻ, ഡയറക്ഷണൽ ചേഞ്ച് ആൻഡ് ഡിസപ്റ്റീവ് ചേഞ്ച്. എക്സ്പ്ലെയിൻ ദ ടേംസ് സ്റ്റെബിലൈസേഷൻ, ഡയറക്ഷണൽ ചേഞ്ച് ആൻഡ് ഡിസപ്റ്റീവ് ചേഞ്ച് മെൻഷൻഡ് എബോവ്. ഇവിടെ വളരെ കൃത്യമായി സ്റ്റെബിലൈസേഷൻ, ഡയറക്ഷണൽ ചേഞ്ച്, ഡിസപ്ഷൻ തുടങ്ങിയവ കൊടുത്തിരിക്കുന്നു. അത് നോക്കി മനസ്സിലാക്കുക. എൻ്റെ ഈ വീഡിയോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ കൂടി നേരുന്നു. തുടർന്ന് നീറ്റ് പരീക്ഷയും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുമാണ് ഇനി അടുത്തതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.